ഇനി എന്നെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ബൂർഷ്വാ ലോബി കളിച്ച കളിയാണ് ഈ അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയുടെ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ അടിയന്തരാവസ്ഥയുടെ കാലത്താണ് ഈ കരിഞ്ചന്ത കേരളത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഒരു പൊട്ടകളിക്ക് ഇവിടെ ഈ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ ഒരു പാർട്ടിക്കാരും നിൽക്കാറില്ലാത്ത, ഒരു മതങ്ങളും നിൽക്കാറില്ലാത്ത, അങ്ങനെയാണ് എല്ലാവരും ഇപ്പം എന്തെങ്കിലും 28 സംസ്ഥാനം ഉണ്ടെങ്കിലും 28 ഭാഷകളുണ്ടെന്ന് വിചാരിക്കും. ഒരു ബേസിക് ഭാഷ. ഇതൊക്കെ വേറെ വേറെ സമയങ്ങളിലാണ് ഉണ്ടായിട്ട് ഉരുത്തിരിഞ്ഞൊരു സമൂഹം രൂപപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷെ അടിയന്തരാവസ്ഥ നമ്മുടെ കേരളത്തിൽ എല്ലാത്തിനും നശിപ്പിച്ചു. ഈ കരിഞ്ചന്ത ഏറ്റവും കൂടുതൽ വ്യാപിച്ചതും ഈ ഇൻ്റർസ്റ്റേറ്റ് കരിഞ്ചന്തക്കാർ പാർട്ടി ഭേദമന്യേ ഒന്നിച്ചതും ഈ അടിയന്തരാവസ്ഥ കാലത്താണ്. അതൊരു ചെറിയ ടീമുകളാണ് ഇന്ന് ലോകത്തെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ട് നിൽക്കുന്ന ബാങ്കുകൾ. ഉണ്ടാകാൻ പാടില്ല. ബാങ്കുകളുടെ കാര്യം പിന്നെ പറയാം. അടിയന്തരാവസ്ഥ. പക്ഷെ ഇപ്പം അതിൻ്റെ പേരൊക്കെ മാറി. പിന്നെ ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ഈ പാർട്ടി അടിമകൾ വന്നപ്പോൾ, എല്ലാ ടീമുകളിലും പാർട്ടി അടിമകൾ വന്നപ്പോൾ ആഹ്വാനം ഉണ്ടാവുമല്ലോ, ബന്ദ് ഹർത്താലുകൾ. ഇവരുടെ ആഹ്വാനം ഭയങ്കര രസമാണ്. എല്ലാത്തിനോടും വെറുപ്പ്. പാലും പത്രവും പാലും പത്രം വേണം. ചായ കുടിച്ച് പത്രമൊക്കെ വായിച്ച് കഷ്ടപ്പെട്ടവർ കഷ്ടപ്പെട്ടോട്ടെ. പിന്നെ ഈ ആശുപത്രി ഒഴിവാക്കണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ബോധം വെച്ചപ്പോൾ ഈ ആത്മബോധം വരും. മനുഷ്യൻ പകുതി ഭൗതികതയും പകുതി ആത്മീയതയാണ്. അതിലേക്ക് തന്നെ രാജ്യം ലോകമൊക്കെ എത്താൻ പോണ്. അതാണ് ഹിന്ദു എന്ന് പറയുന്നത്. ആണിനും പെണ്ണിനുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് ഈ മാതാവ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ലോകത്ത് ഒരു എന്താ പറയുക, സന്യാസിനിക്കും അപ്പുറമാണ് മാതാവ്, അമ്മ. സ്ത്രീകളൊരു ശക്തി. ഈ ആശുപത്രി ഒഴിവാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലും പത്രം കുടിച്ചിരിക്കുമ്പോൾ ഏതോ ഒരു 60-70 ഹർത്താൽ കഴിഞ്ഞപ്പോൾ ഈ ആഹ്വാനത്തിൻ്റെ ടീമുകളിൽ തന്നെ ഇഷ്ടപ്പെടണമെന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ പെട്ടു. ഈ ആശുപത്രിയും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ കാരണം ബന്ദ് ഹർത്താൽ, ആഹ്വാനം, പാലും പത്രവും എന്തായാലും വേണം. അല്ലെങ്കിൽ നേരം പോവില്ല. പക്ഷേ ഈ ഇപ്പോൾ IT, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടുകൾ, ഇവരുടെ കാലത്ത് ഈ ലോക്ക്ഡൗൺ സംഭവിക്കുമ്പോൾ ഒരു ലോക്ക്ഡൗണിൻ്റെ കാര്യം, ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി ലോക്ക്ഡൗൺ, പ്രൊഫഷണൽ ലോക്ക്ഡൗൺ. ഈ പ്രൊഫഷണൽ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്ക്ഡൗൺ ഉണ്ടാവാനേ പാടുള്ളൂ അല്ലേ. ഇപ്പം ഞാൻ ഒന്നിനോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഉപപാട്ടത്തിൻ്റെ കേസ്, സർക്കാരിൽ നിന്ന് ഭൂമി ഒന്നറിയാം. ഇതൊക്കെയാണ് ഈ രാഷ്ട്രീയം തെറ്റുന്നത്. ഈ ഇവർ വാങ്ങിയിട്ട് അത് ഉപപാട്ടത്തിന് കൊടുക്കുക, അതെന്ത് ചെയ്യണമെന്നുള്ളതൊന്നും കുറേ കാലം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ മറക്കും. അതിനിടയിൽ കമ്പിവേലി കെട്ടും, ആവാസ വ്യവസ്ഥ തെറ്റും, മൃഗങ്ങളുടെ മനുഷ്യരുടെയും തെറ്റും. ഈ ഉപപാട്ടത്തിൻ്റെ കേസ് നമ്മുടെ കോടതികളിലില്ല അല്ലേ. അപ്പോൾ ഈ കോടതികൾ നിൽക്കുന്നത് ഈ ബ്രിട്ടീഷ് സിസ്റ്റത്തിലാണ്. നമ്മുടെ ഒരു സുപ്രഭാതത്തിൽ കുറ്റം പറയാൻ പറ്റാത്ത പോലെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്ന് മാത്രം നമ്മൾ വിചാരിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ സംഭവിച്ചൊക്കെ നല്ലതിന് എന്നൊരു ശാസ്ത്രം ഉണ്ടല്ലോ, നമ്മുടെ പുരാണ ശാസ്ത്രം. സംഭവിച്ചെല്ലാം നല്ലത്. ഈ പ്രകൃതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആരാധിക്കുമ്പോൾ സംഭവിച്ചെല്ലാം നല്ലതിന്. നമ്മുടെ പ്രകൃതിയുടെ മുമ്പിൽ നമ്മളൊന്നല്ല എന്നുള്ളൊരു രീതി. ഈ പ്രകൃതിനെ പിടിച്ചു കെട്ടാൻ നോക്കണ ഉമ്മമാരാണ് നമ്മുടെ നാട്ടിലെ സയൻറ്റിസ്റ്റുകളുടെ ഒരറ്റം. അതായത് സൂര്യൻ്റെ അടുത്തേക്ക് പോവാൻ. ഈ ഭൂമിയിൽ
ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണ്ട ഇത് പൊങ്ങി ഭൗതികോർജം വഴി പൊങ്ങി സൂര്യൻ്റെ അടുത്തേക്ക് എത്താൻ. ഇത് നടക്കുമോ? ആറ്റം ബോംബിനേക്കാളും മാരകമായ ചിന്തകളിൽ കൂടെയാണ് ഇടത് ശാസ്ത്രം പോയത്. ഇടതെന്ന് പറഞ്ഞാൽ ഇടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊന്നും ഇടതൊന്നുമല്ല, നിങ്ങൾ നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു വേറെ രൂപഭേദമാണ് നിങ്ങൾ ഇടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞിപ്പോൾ ശാസ്ത്രം പോയാണത് സൂര്യൻ്റെ അടുത്ത് സൂര്യനെന്ന് കാണാൻ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ട് വേണം ഇത് അങ്ങോട്ട് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ പിന്നെ പടിപടിയായിട്ട് ഇങ്ങനെ കെട്ടിവെച്ച് സൂര്യൻ്റെ അടുത്ത് എത്തുമ്പോൾ ലാസ്റ്റത്തെ സാധനം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പറക്കണം. ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഒരു 1 ഡേ ലോക്ക്ഡൗൺ എപ്പോഴും അപ്രതീക്ഷിത നോട്ട് നിരോധനം പോലെ. ഈ നോട്ട് നിരോധനം എന്തോ ഒരു കുശുമ്പിൻ്റെ പേരിൽ ഉണ്ടായതാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒരു ഗവൺമെൻറ്റിൽ നിന്നുള്ളൊരു ബോധം ഉണ്ടാക്കാൻ പറ്റി. കുറേയൊക്കെ എല്ലാം ചെറുകിടക്കാരെയാണ് ബാധിക്കുക. ഇപ്പം എന്തിട്ടായാലും കുറച്ച് ബാധിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഈ വൻകിടക്കാരും റിയൽ എസ്റ്റേറ്റുകാരും ഒക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു ചെറിയ ബാധിക്കലൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് നോട്ട് നിരോധനം കൊണ്ട് വേറെ എന്താണ് സംഭവിച്ചത്? എല്ലാ നോട്ടും ബാങ്കുകളിലേക്ക് എത്തി. ബാങ്കിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. ബാങ്കിനെ സംബന്ധിച്ച് ഒന്നുമില്ല. ബാങ്കുകളുടെ കാര്യം നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഈ ലോക്ക്ഡൗൺ 1 ഡേ ലോക്ക്ഡൗൺ, ഈ പ്രൊഫഷണൽ ലോക്ക്ഡൗൺ ചെയ്യുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആവരുത്. മുൻകൂട്ടി പറയുക, അളിയ വരണ ഞായറാഴ്ച ലോക്ക്ഡൗൺ ആട്ടോ, ആ കാര്യം കഴിഞ്ഞു അല്ലേ. ഞായറാഴ്ച കൃത്യമായി പറഞ്ഞാൽ കുറച്ച് പോത്തിറച്ചി വാങ്ങി, പാലുണ്ട്, പത്തറുണ്ട്, പോത്തിറച്ചി ഉണ്ട്, പിന്നെ ഷാരു ഉണ്ട്. ദാരു ഹേ കുറച്ച് ദാരു. ഈ ലോക്ക്ഡൗൺ സമയത്ത് കൃത്യമായിട്ട് ആ ഒരു ഞായറാഴ്ച ആകുമ്പോൾ അതൊരു സുഖമാണ്. അതൊരു അർദ്ധ ലോക്ക്ഡൗൺ ആണ് ഞായറാഴ്ച. അപ്പോൾ അതൊരു ഫുൾ ലോക്ക്ഡൗൺ ആക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എല്ലാവരും വീട്ടിലുണ്ട്. ചോറുണ്ട്, സാമ്പാറുണ്ട്, ഉള്ളിയുണ്ട്, പോത്തിറച്ചിയുണ്ട്, ദാരു. പിന്നെ കറണ്ടും ഉണ്ട്. അത് മഹാഭാഗ്യം. ഇപ്പോൾ അവിടെ പാലുണ്ട്, പത്രമുണ്ട്, ആശുപത്രിയുണ്ട്. ആശുപത്രിയുടെ പ്രശ്നമില്ല. പിന്നെ KSRTC കല്ലെറിയണതാ. KSRTC ഉണ്ട് ഇതൊക്കെ. ഏത് 1 ഡേ ലോക്ക്ഡൗൺ. അപ്പോൾ ലോക്ക്ഡൗൺ ഇനി ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞായറാഴ്ച ആവണം നല്ലത്. അതാകുമ്പോൾ ഒരു പ്രശ്നമില്ല. അതൊരു മാസം മുമ്പ് പറഞ്ഞു, ആ വരണ ഞായറാഴ്ച ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഞായറാഴ്ച ലോക്ക്ഡൗൺ കേട്ടോ. ആർക്കും ഒരു പ്രശ്നമില്ല. ആർക്കത്തില്ല പ്രശ്നം. കുറേയൊക്കെ തിരക്കുണ്ട് നമ്മൾ കാണിക്കണതല്ലേ. നമുക്ക് എന്ത് തിരക്കാണുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഉപപാട്ടത്തിൻ്റെ കേസ് ഈ സുപ്രീം കോടതി, ഹൈക്കോടതിയിലെ അഭിഭാഷകർ വെറുതെ കുറേ ചാനൽ ചർച്ചക്കാർ കിടന്ന് ഈ ചാനൽ ഉണ്ടാക്കി തന്നെ ഇവരെന്തിട്ട് പഠിച്ചിട്ടാണ് ഇവർ ചെയ്യണത്? ഇവരെന്തോ ഇവരുടെ ഒരു കാരണവന്മാരുടെ ഒരു പാർട്ടി ബേസിൽ നിൽക്കുന്ന ആൾക്കാരാണ് ചാനലുകാർ. ഒരു കഴിവുകളൊക്കെ ഉണ്ട്, നല്ല പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുകളൊക്കെ ഉണ്ട്, ഇല്ലാതൊന്നും നമ്മൾ പറയണില്ല. എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ചാനലുകാർ. അതൊരു ഭാഗ്യം. പ്രത്യേകിച്ച് അഭിലാഷ് മോഹനൻ ഗംഭീരമായിട്ട് ചെയ്യേണ്ട ആൾ. റിപ്പോർട്ട്. പിന്നെ ശ്രീകണ്ഠൻ നായർ. അപ്പോൾ ഇവരുടെ ഈ ക്യാപിറ്റൽ, ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് കഴിഞ്ഞൊരു 10 കൊല്ലം മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഇവരുടെ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി പോയി. ഇവർക്ക് പ്രത്യേകിച്ചൊരു ഇനിയിപ്പോൾ എന്തിട്ട് ഇത്ര പറയാനുള്ളത്? 70 കൊല്ലം നിങ്ങൾ വിശ്വസിച്ച പാർട്ടി ചെയ്തു വെച്ച കുട്ടികളുടെ അഴിമതി പുറത്ത് കൊണ്ടുവരാമെന്നല്ലാണ്ട് പിന്നെ എന്നിട്ട് ഈ മഴയത്ത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായതാണ്. ആ ശാസ്ത്രീയ നിർമ്മാണം മൂലം വെള്ളക്കെട്ടുണ്ടാവണമെന്ന് പറഞ്ഞു കൊടുക്കല. അതാണോ നിങ്ങളുടെ ധർമ്മം ചാനലുകാരുടെ? ആണോ? പിന്നെ കുറേ TV-യിൽ മുഖം കാണിക്കാൻ കുറേ പാനലിസ്റ്റുകൾ വന്നിരിക്കും. അങ്ങനെയും തർക്കിക്കുക. മാധുവിന് ഹാപ്പിയായി. ഞാൻ ഇത് ശരിയാണല്ലോ അത്. ചാനലുകളിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തോ ഒരു അജണ്ട ഉണ്ട്, അത് കൃത്യമായിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതേപോലെ കുറേ ടീമുകൾ
ചാനലുകാർ ചാനൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇതിൻ്റെയൊക്കെ ഒരു കഴിഞ്ഞ 10 കൊല്ലത്തെ അല്ലെങ്കിൽ ഈ നാരെ നശിപ്പിച്ച അക്കാദമിക് വിദ്വാന്മാർ ഇവരെ PSC ഒന്നും നിങ്ങൾക്കൊരിക്കലും ഒരു അങ്ങനെ കുറ്റം പറയണമെന്നല്ല ഞാൻ, ഒരു അന്വേഷണ സംഘങ്ങൾക്കോ പിടിക്കാൻ പറ്റില്ല PSCയുടെ തലങ്ങൾ. ഇതൊക്കെ യാതൊരു കഴിവില്ലാത്ത, അതായത് ആദ്യം ഒരു 60% ആൾക്കാർ എല്ലാവരും നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഇപ്പോഴും നാട്ടിൽ നടക്കുന്നത് 60% ആൾക്കാർ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ പഠിക്കണു, കഷ്ടപ്പെട്ട് പഠിക്കണു, ജോലി കിട്ടണു. ഈ ജോലി നിങ്ങൾക്ക് സന്തോഷമാവുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അണ്ടറിലാവണം. നിങ്ങൾക്ക് ക്യാരക്ടർ നഷ്ടപ്പെട്ടു സർക്കാർ ജോലിക്കാർക്ക്. ഇത് പറയുന്ന കാരണം ലോക്ക്ഡൗൺ ഇപ്പോഴും പിടുത്തം വിട്ടു. 11 മിനിറ്റായി. എന്തൊരു വേഗം സമയം പോണേ. ഞാൻ പറയുമ്പോൾ തന്തി സമയം പോണേ. അപ്പോൾ പണ്ടേ ലോക്ക്ഡൗൺ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക ആരെങ്കിലും ഇന്ത്യൻ മിലിറ്ററി. അപ്പോൾ ഈ കാര്യം പറഞ്ഞത് സുപ്രീം കോടതി ഹൈക്കോടതിനോ ഈ ഉപപാട്ടത്തിൻ്റെ കേസ് ഉത്തരവില്ലേ, ഈ ബൂർഷകളുടെ ഒരു കാര്യത്തിനും സുപ്രീം കോടതിക്ക് ഉത്തരവില്ലേ. ഇവരുടെ ഒരു ഈ ബ്രിട്ടീഷുകാരുടെ ഒരു, ഞാൻ കുറ്റം പറയണതല്ല, അത് നമ്മൾ മാറേണ്ട സമയത്ത് മാറണം, നിയമങ്ങൾ പൊളിച്ചെഴുതണം, രാജ്യനിയമങ്ങളാക്കണം. രാജ്യദ്രോഹം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ വിധിക്കപ്പെട്ടവർ എന്തൊക്കെ ചതികൾ ചെയ്തിട്ടുണ്ടോ അത് ഭയങ്കര രാജ്യദ്രോഹമാക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പാർട്ടിക്കും പാർട്ടിയുടെ ആൾക്കാർക്കും ഉണ്ടാകാനുള്ള അവകാശമില്ല. എന്താണ് ചെയ്ത് കൂട്ടിയത്? ഒന്നുമില്ല, അല്ലേ? 1947 നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ബ്രിട്ടീഷ് വിദ്യാഭ്യാസം മൂലമുണ്ടായ കുറച്ച് IAS IPS ടീമുകളുടെ ഒരു ഭരണം. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് പെൻഷൻ ഒരു സംസ്ഥാനത്തിന് ഉത്തരവില്ല. പ്രോറാറ്റ തൊട്ട് ഈ കോൺട്രിബ്യൂട്ടറി തൊട്ട് ഫാമിലി തൊട്ട് ഓരോ സംസ്ഥാനങ്ങളിൽ വീടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒന്നിനും ഉത്തരവില്ല. അതിനൊരു ഉത്തരവുള്ള ഒരേ ഒരു പെൻഷനുള്ളൂ, പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ. 2-3 കൊല്ലം നിന്നിട്ട് കൊടുക്കേണ്ട പെൻഷൻ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പേഴ്സണൽ സ്റ്റാഫുകൾക്ക് സർക്കാർ ശമ്പളം കൊടുക്കണേ? ഇതൊക്കെ പണ്ട് ഈ മറുനാടനൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതങ്ങനെ ഈ പാർട്ടിക്കാർക്ക് സർക്കാർ ശമ്പളം കൊടുക്കണത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? അതിൻ്റെ ബേസ് എന്താണ്? 28 സംസ്ഥാനങ്ങൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏറ്റവും നല്ലത് ഞാൻ ചിന്തിക്കുക, എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഇപ്പോൾ വലിയ തെറ്റും, നമ്മൾ സാധാരണ മനുഷ്യൻ, നമ്മളിപ്പോൾ ഏറ്റവും നല്ലത് വൺ ഡേ ലോക്ക്ഡൗൺ നടത്തി ഇന്ത്യൻ മിലിറ്ററി എല്ലാതും ചാക്രികമായി മോണിറ്ററി വാലി അധ്വാനം ഒരുമിച്ചാക്കി. മറ്റേ മതരാജ്യങ്ങളാണെങ്കിൽ ഈ പട്ടാളം ഭരണം ഒരു ദിവസത്തെങ്കിൽ ഒരു ദിവസം ഭയങ്കര പ്രശ്നമാണ്. അത് മതത്തിൻ്റെ അണ്ടറല്ല. സ്വർഗത്തെ ഹൂറികളെ അവരുടെ ചിലപ്പോൾ അശരീരമൊക്കെ ആയിട്ട് പട്ടാളം ചിലപ്പോൾ പെരുമാറും. നമ്മുടെ നാട്ടിൽ അതൊന്നും എളുപ്പമല്ല. കാരണം ഇതൊക്കെ ഹൈന്ദവഗതിയിൽ പോയിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് നമ്മുടെ പട്ടാളം. ആ ചരിത്രം അത് ഞാൻ പറയാം, അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഈ വൺ ഡേ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഈ ഇന്ത്യൻ മിലിറ്ററി രാജ്യം കൃത്യമായ വട്ടത്തിൽ ക്ലീനാക്കിയതിന് ശേഷം സംസ്ഥാന പോലീസിൻ്റെ സഹായത്തോടു കൂടി, സംസ്ഥാന പോലീസും നമ്മളെ ജനങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ പാർട്ടിയുടെ കുറച്ച് ടീമുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് കയറില്ല, അത് അങ്ങനെ ആക്കി എടുത്തു. അതൊക്കെ ഇപ്പോൾ മാറി തുടങ്ങണു. എന്തെല്ലാം കയ്യിലല്ല. അപ്പോൾ അവർക്കും ക്യാരക്ടറുള്ള ആൾക്കാരാണ് അവരെല്ലാവരും. ഇന്ത്യൻ മിലിറ്ററി സംസ്ഥാന പോലീസിന് സഹായത്തോടു കൂടി ഒരു ദിവസമോ 2 ദിവസം കൊണ്ടോ കൃത്യമായി ചാക്രികമായ ഇന്ത്യയുടെ കാര്യങ്ങൾ മാറ്റിയതിന് ശേഷം വീണ്ടും ജനാധിപത്യം അല്ലെങ്കിൽ രാജാവ് സിസ്റ്റത്തിലേക്ക് ഇനി പോകാൻ പറ്റില്ലല്ലോ ഇനി ഒരിക്കലും. AI നമ്മുടെ എല്ലായിടത്തും ഭയങ്കരമാണല്ലോ, നമ്മൾ പുരോഗമിച്ചിട്ട് AI ആണ്. ഇപ്പോൾ രാജാവ് സിസ്റ്റത്തിലേക്ക് പോകാൻ പറ്റില്ല ലോകത്തെ പണ്ടത്തെ പോലെ. ജനാധിപത്യം തന്നെയാണ് നല്ലത്. ഈ ജനാധിപത്യം ചെയ്യണതല്ല നല്ലത്. ഇന്ത്യ മുഴുവൻ കോർപ്പറേഷനും തദ്ദേശ സ്വയം സ്ഥാപനങ്ങളും പഞ്ചായത്ത് അടക്കം എല്ലാത്തിലേക്കും ഒറ്റ ദിവസം തിരഞ്ഞെടുപ്പ് നടത്തല നല്ലത്. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക കേരളത്തിലെ നമ്മുടെ കുറച്ച് ആൾക്കാരെല്ലാം അല്ലാണ്ട് ഇന്ത്യയിലെ നമ്മൾ പത്രവും
ടി വി ഇല്ലാത്ത കുഗ്രാമങ്ങളുണ്ടെന്ന് മനസ്സിലാവും. പിന്നെ ഈ ആദിവാസികൾ നമ്മളെ ഇത്രയ്ക്കും കോടാനുകോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ട് ഈ ആദിവാസികൾ ഇപ്പോഴും ഇന്നലെ വന്ന വാർത്തയാണ് ഈ മലക്കപ്പാറയിൽ ഫോറസ്റ്റ് ഓഫീസർമാർ പോയിട്ട് ടോയ്ലറ്റ് പോലും ഇല്ലാണ്ട് ഒരു മരുന്ന് പോലും കിട്ടാണ്ട് ജീവിക്കണം. നമ്മുടെ തൊട്ടടുത്ത് 10 കിലോമീറ്റർ അപ്പുറത്ത് ജീവിക്കുന്ന ആദിവാസി ഊരുകളുണ്ട്. അവർക്ക് കാട ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്യട്ടെ. അവർക്ക് ഇത് അവരെന്താണോ അവരെ പാരമ്പര്യമുള്ളത് അത് ചെയ്തോട്ടെ. പക്ഷെ ആശുപത്രി, ഈ ബേസിക് ടോയ്ലറ്റിൻ്റെ കാര്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ, ഒരു ബേസിക് വിദ്യാഭ്യാസം, അതിനനുസരിച്ച് ഒരു തലമുറ വളർന്നു വരുമ്പോൾ അവർക്ക് കിട്ടാനുള്ള ജോലിയുടെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനൊന്നും ഇപ്പോൾ മറ്റേ ജഡ്ജിമാർ ഭ്രാന്താശുപത്രിയിൽ പോയി എന്ന് പറഞ്ഞു, തൃശ്ശൂർ ഇവിടെയൊക്കെ എല്ലാം കാട് വളർന്ന് പിടിക്കുന്ന ടോർച്ചടി, കറണ്ട് ബില്ല് ഒന്നും ഇല്ലാണ്ട് കുറേ ഭ്രാന്തന്മാരെ അവിടെ കൊണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഈ ജഡ്ജിമാർ എന്തിനാണ് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഭ്രാന്താശുപത്രിയിലേക്ക് പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ള ഞാൻ ദൈവമൊന്നുമല്ലല്ലോ, സാധാരണ മനുഷ്യനാണല്ലോ. പിന്നെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. എന്താണ് ഈ നാട്ടിൽ സംഭവിച്ചത്, ചരിത്രം, മറ്റേ സ്വാതന്ത്ര്യ സമരം തൊട്ട് എന്താണ് ഈ നാട്ടിൽ സംഭവിച്ചതെന്നും എന്ത് വിദ്യാഭ്യാസ നയമാണ് ഇവിടെ വേണ്ടതെന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒരു 1 ഡേ ലോക്ക്ഡൗൺ, ഇപ്പോൾ ഞാനൊരു സുപ്പീരിയർ ഓഫീസറാണെങ്കിൽ ഒരു 1 ഡേ ലോക്ക്ഡൗൺ ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞായറാഴ്ച മുൻകൂട്ടി പറയണം, നിർബന്ധമായിട്ടും ദാരു ഉണ്ടാവണം. ഷാരു അല്ല, ദാരു, പോത്തിറച്ചി, ചോറ്, സാമ്പാർ. ഈ സംഭവം അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായില്ല. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മളെ അത്യാവശ്യം എല്ലാതും ഒരു എയിമിൽ പോയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കേരളം, ഇന്ത്യയിൽ. അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാവരും പെട്ടു. അന്നാണ് ഇവർ ജോയിൻ്റ് ചെയ്തത്. സംസ്ഥാന വൈസ് ബൂർഷാസികൾ, ബാങ്ക് തൊട്ട് താഴ്ത്തിക്കുള്ള എല്ലാവരും, ധാന്യം കരിഞ്ചന്തക്കാർ കംപ്ലീറ്റ് ജോയിൻ്റ് ചെയ്ത സമയത്തിനാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ എന്താണ് അടിയന്തരാവസ്ഥയുടെ ഒരു ഗുണം? എത്രയോ മാസങ്ങളായിരുന്നു അടിയന്തരാവസ്ഥ, 45 ദിവസം, എനിക്ക് ഓർമ്മ കിട്ടണില്ല. ലോക്ക്ഡൗൺ, 1 ഡേ ലോക്ക്ഡൗൺ. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്കും സംസ്ഥാന പോലീസിനും കഴിവുണ്ട്. നമ്മുടെ ഗവൺമെൻറ് സർവീസ് കൃത്യമായിട്ട് ചെറുപ്പമാക്കുക, 45-50 വയസ്സ് വരെ മാക്സിമം. അത് ആത്മീയതയാണ്, ഒരു പരിധിവരെ ആത്മീയത. പിന്നുള്ളത് പൊട്ടലൈംഗികതയിലുള്ള ചിന്തകൾ കൊണ്ടും ഒന്നിനും ഉത്തരം കിട്ടാണ്ട് നമ്മൾ അങ്ങോട്ട് പിടിക്കും, പേടിച്ച് വിറച്ച്. അതിനിടയ്ക്ക് കുറേ തീവ്രവാദം വരുമ്പോൾ നമ്മൾ പേടിക്കും. എല്ലാവർക്കും അവനവൻ്റെ മക്കളെയൊക്കെ സൂക്ഷിക്കും, ചെറിയ പിള്ളേരുകളെയൊക്കെ നന്നായി സൂക്ഷിക്കണം. അപ്പോൾ ഇതിനൊരു ഭൗതികത പുറത്തില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരായിട്ടോ കയ്യിൽ പൈസ ഉണ്ടായിട്ടോ ഇതൊന്നും കാര്യമില്ല. ഭയങ്കരമായിട്ടൊരു പുറത്ത് ഭൗതികത വിദ്യാഭ്യാസത്തിലും കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം ഉണ്ടാവണം. നമ്മൾ നടക്കുന്ന സമൂഹത്തിലും ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടായിരുന്ന ശ്രേഷ്ഠമായ ഒരു രാഷ്ട്രമാണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത്. ആ ചാക്രതയിൽ സംഭവിക്കാത്തില്ല. നിങ്ങളിപ്പോൾ ഈ പുരോഗമനാത്മകമായിട്ട് കാണുന്ന ഈ ഫ്രാൻസ്, യൂറോപ്പ്, അമേരിക്കൻ രാഷ്ട്രങ്ങളൊക്കെ എന്താണ് ഈ മനുഷ്യഭൗതികതയുടെ എന്താ പറയുക, അല്ലെങ്കിൽ എന്താണ് ഈ കറക്റ്റായിട്ടുള്ള നാഗരികത, എന്താണ് ഒരു സമൂഹത്തിൻ്റെ കൃത്യമായ പോസിറ്റീവായിട്ട് വലത് ചലനം, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പച്ചയ്ക്ക് തന്നെ തിന്ന് ജീവിക്കാൻ അല്ലെങ്കിൽ അത്രമാത്രം അറിയുമായിരുന്ന അവരുടെ സമയത്ത് ഈ ലോകത്ത് ഏറ്റവും ഉയർന്ന നാഗരികത ഉണ്ടായിരുന്ന, ഏറ്റവും ഉയർന്ന ജീവ നിലവാരം പുലർത്തിയിരുന്നവരാണ് ഇവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും. നമ്മളൊരു ജനനം തൊട്ട് ഒരു 90-100 വയസ്സ് വരെയാണെങ്കിൽ അങ്ങനെ. പക്ഷേ പല കാര്യങ്ങളിലും ശാസ്ത്രത്തിന്, മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. എന്നാലും പറയുമ്പോൾ നമ്മുടെ തൃക്കൂരമ്പലത്തിൽ ആരെങ്കിലും പോയിണ്ട? തൃക്കൂര് പരമശിവൻ്റെ അമ്പലം ഭയങ്കര ഭംഗിയുള്ളൊരു അമ്പലമാണ്. വടക്കുന്നാഥം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി ഭംഗിയുള്ള ഒരു അമ്പലമാണ് നമ്മുടെ തൃക്കൂര്. പാറപ്പുറവും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട്. അവിടെ ശ്വാസം മുട്ടിന് കയറ് വഴിപാട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് നമ്മുടെ ഒരു കഴിവുകേടായിട്ട് കാണണം. നമ്മൾ ശ്രേഷ്ഠതയുണ്ട്,
എന്നാൽ ഈ രോഗം അതൊക്കെ വരുമ്പോൾ അന്ധവിശ്വാസങ്ങളും, ഇത് അന്ധവിശ്വാസമാണോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ധന്വന്തരി അല്ലെങ്കിൽ അതേപോലെയുള്ള ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടും, അതായത് അവിടെയൊക്കെ മരുന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ ആയുർവേദം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ. എന്നിട്ട് പോലും നമുക്കൊരു കാലം ഉണ്ടായിരുന്നു, അധമമായ കാലം. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മൾ പറഞ്ഞുതരും, ചരിത്രം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുതരും. ഭാരത് സൊല്യൂഷൻ. എല്ലാവരും നന്നാവണം. കൗമാരം നശിക്കാൻ പാടില്ല. ഈ മെറ്റ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മോദിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ ഈ കുറേ സോഷ്യൽ മീഡിയയിലാണ് ചത്ത് കിടക്കുന്ന കുറേ സംഘികളുടെ വാക്ക് കേട്ട് നമ്മളെ മാത്രം വാച്ച് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ പറയുന്നത് ഗീത വായിക്കാൻ പറയുകയാണ് അമിത്ഷാ. അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഗീത വായിക്കലല്ലോ, പിന്നെ ആളൊരു ആഹ്വാനമാണ് ഗ്രാമത്തിലേക്ക് പോയി നോക്കാൻ എല്ലാവരും. നമ്മൾ അലക്കണത് ഹിന്ദിയിലാക്കിയിട്ട് ആൾ തിരിച്ചലക്കുക മോദി. അല്ലാണ്ട് വേറെ എന്തൊരാൾ പറഞ്ഞ് പറയാണ് ഗ്രാമങ്ങളിൽ ചെറുപ്പക്കാരൊക്കെ ഗ്രാമങ്ങളിൽ പോട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഗ്രാമങ്ങളിൽ പോയാൽ മോദി എന്തിനാ കാണാമെന്ന് അറിയോ സാറേ? കുറേ എല്ലും തോലായ സ്ത്രീകളെ കാണാം, പട്ടിണി കോലങ്ങളെ കാണാം, അവനവന് കൃഷി ചെയ്യുന്ന ധാന്യം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത വിവരദോഷികളെ കാണാം. നിങ്ങളിലൊക്കെ ഭരണത്തിൻ്റെ ഗുണം. നമ്മൾ പിന്നെ എല്ലാത്തിനും എതിർത്ത്, അപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ പറയുക, മനുഷ്യന്മാരുടെ കേസിൽ നല്ലവരായ, ഇപ്പോൾ നമ്മുടെ ഒരുപാട് മതങ്ങളുണ്ടല്ലോ. നല്ലവരായ ഇസ്ലാം ഉണ്ടാവും, പൊട്ട ഇസ്ലാം ഉണ്ടാവും. നല്ലവരായ ക്രിസ്ത്യാനികളുണ്ടാവും, പൊട്ട ക്രിസ്ത്യാനികളുണ്ടാവും. നല്ലവരായ ഹിന്ദുക്കളുണ്ടാവും, പൊട്ട ഹിന്ദുക്കളുണ്ടാവും. അപ്പോൾ ഈ നല്ലവരായ ആൾക്കാർക്ക് ഞാൻ നല്ലവനായ പ്രവാചകൻ, നല്ലവനായ ക്രിസ്ത്യാനിക്ക് ഞാൻ നല്ലവനായ യേശു, നല്ലവരായ ഹിന്ദുക്കൾക്ക് ഞാൻ നല്ലവനായ ഹിന്ദു. വേറെ എന്തിനാണ് ദൈവത്തിൻ്റെ പേരെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. പൊട്ടകൾക്ക് എന്തിനാ പ്രശ്നം? എന്താണ് നമ്മൾ പൊട്ടകളാവണ്? ഒരു വിവരദോഷം നമുക്ക് സംഭവിച്ചു, അതിനെ പോസിറ്റീവാക്കുക. അധർമ്മം ധർമ്മമാക്കുക, വിവരദോഷം വിവരമാക്കുക. ഒക്കെ കുഞ്ഞുങ്ങളല്ലടാ, അമ്മയുടെ വയറ്റിൽ പറഞ്ഞ കുഞ്ഞുങ്ങൾ. പക്ഷേ ഈ ഭൗതികതയിലേക്ക് വരുമ്പോൾ നമ്മുടെ സമൂഹം ശരിയില്ലെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒരു പരിധിവരെ വേറെ രാഷ്ട്രത്തിലില്ലാത്ത പോലെ നമ്മളെ സംസ്ഥാന ബേസ് ഈ ഇന്ത്യൻ മിലിറ്ററിക്ക് ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കയറി ഇടപെടാൻ പറ്റില്ല. സംസ്ഥാന പോലീസ് സൂപ്പറാണ് നമ്മുടെ. അവർ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ അർദ്ധസൈനിക വിഭാഗങ്ങൾ, ഈ അർദ്ധസൈനിക വിഭാഗങ്ങളൊക്കെ ഒരു പരിധിവരെ ഈ കാവൽക്കാരെ പോലെ ഒരു അവസ്ഥയിലാണ് ഉണ്ടാക്കി കൊടുത്തതാണ്. എനിക്ക് മനസ്സിലായെടുത്തോളൂ കേട്ടോ. എല്ലാം അറിഞ്ഞങ്ങോട്ട് പറയാനൊന്നും നമുക്ക് പറ്റില്ല. ഈ അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും സഹായിക്കാൻ പറ്റും. ഇന്ത്യൻ മിലിറ്ററിയും സംസ്ഥാന പോലീസും കൂടിയിട്ട് ഒരു 1 ഡേ ലോക്ക്ഡൗൺ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അത് ഞായറാഴ്ചയാവാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ? 23 മിനിറ്റായി. പിന്നെ സാധാരണ മനുഷ്യന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടി വിയിൽ നമ്മൾ വിചാരിക്കും ഈ ടി വിക്കാർ ഷൂട്ടിങ്ങളുടെ ഈ നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ജോയിൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇതൊക്കെ ഞാൻ വരച്ച് കാണിക്കുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്റർ യാത്ര 60 കോടിക്ക് 50 കോടിക്ക് അങ്ങനെ നടത്തിയാണ് നമ്മുടെ പണ്ടത്തെ ആൾ. പിന്നെ അമേരിക്കയിലെ പോലുള്ള ചികിത്സ. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ ഗവൺമെൻറ് ശമ്പളം, സർക്കാർ. പിന്നെ നികുതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രം വേണ്ടാവും. നിങ്ങളൊക്കെ മാത്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ? എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് 1% 100 ഏറ്റവും അതിൻ്റെ അടിസ്ഥാനം. 630-700% പറഞ്ഞ് ഈ കൂലിപ്പണിക്കാരെന്നൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞാൽ, തണ്ടലൊടിഞ്ഞ് പാവപ്പെട്ട അടിമകളെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞാൽ, ഊണിലും ഉറക്കത്തിലും അല്ലെങ്കിൽ പറയുക എവിടെയെങ്കിലും നിങ്ങൾ സ്വർഗത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ആത്മീയതയുടെ ലോകത്ത് എവിടെയെങ്കിലും സ്വർഗം നരകമോ എവിടെയെങ്കിലുമൊക്കെ സമാധാനം കിട്ടുക, പരമ്പരയ്ക്ക് സമാധാനം കിട്ടുമോ നിങ്ങളെ? ഇതൊക്കെ ചെയ്യുമ്പോഴേ 630% ഇട്ടാൽ അപ്പോൾ നല്ല പ്രൊഡക്ഷൻ പ്ലാനൊക്കെ നമ്മൾ പറഞ്ഞുതരാം. നാണം മാനോട്ടിരിക്കുക, അത്ര ഞാൻ പറയുള്ളൂ ഈ ഭരിക്കുന്ന ആൾക്കാരോട്. നമുക്ക് ഈ കേസിൽ മോദി, ഗീതി, BJP, RSS ഒന്നുമില്ല, കോൺഗ്രസ് ഒന്നുമില്ല, കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഒട്ടുമില്ല. നല്ല ഭരണം കഴിച്ചു നോക്കി. ഏറ്റവും ബെസ്റ്റ് വേ ഇന്ത്യ മുഴുവൻ ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് തള്ളി തന്നതേ, ഞങ്ങളുടെ പാർട്ടി ഇന്നോട്ട് ഇങ്ങനെ തള്ളി തന്ന കേസ് പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് നടത്താം. ചില പോയിന്റിൽ ഇത് BJPക്ക് ഭയങ്കര ഉപകാരവും. 2014 തൊട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
ബാങ്കുകളെ ഇപ്പോൾ സഹായത്തോടു കൂടിയാണെങ്കിലും മോദി ഒരുപാട് പരിഷ്കാരങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആള് ഇന്ത്യ മുഴുവൻ. എനിക്ക് തോന്നുന്നു ഇത്ര മാക്സിമം നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ പറയണതാണ്. മോദീനെ പറഞ്ഞിട്ട് നമുക്ക് എന്നിട്ട് പ്രത്യേകിച്ചിരുന്ന കാര്യം ഒരു വിവരമില്ലാത്തന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ആള് അത്യാവശ്യം നന്നാക്കണം എന്നുള്ള ആൾ സ്വയം പറയുന്ന ആത്മാവാണ്. പിന്നെ ഇങ്ങനത്തെ വിഡിത്തങ്ങളാണ് ആൾ പറയണത്. എല്ലാവരും ഗ്രാമങ്ങളിൽ പോയി നോക്കാൻ. ഒരാൾ നഗരത്തിലാന്നാ നഗരത്തിലാന്ന് നഗരം. അപ്പോൾ ഹിന്ദു രാഷ്ട്രത്തിൽ നമ്മുടെ നിങ്ങളൊക്കെ ഭാഗ്യം ഭാരതത്തിലായത് മഹാഭാഗ്യം. ഇവിടെ എല്ലാം ഉണ്ട്. ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റിയ കാര്യങ്ങളുള്ളത് ഭാരതത്തിൽ. അപ്പോൾ രാജ്യം നന്നാക്കണം, കൗമാരം നന്നാവണം. പിന്നെ ഇപ്പോൾ ഈ സുപ്രീം കോടതി ഞാൻ പറഞ്ഞില്ലേ, ഉപപാഠത്തിൻ്റെ കേസൊന്നും കോടതിയിലൊന്നുമില്ല. അപ്പം പിന്നെ നിയമങ്ങൾ മാറ്റി എഴുതണം. ഇന്ത്യൻ മിലിറ്ററിയിൽ കോർട്ട് മാർഷലുണ്ട്. കൃത്യമായി സുപ്രീം കോടതിയൊക്കെ 1952 ആ ഒരു ഇതിലല്ലേ ഓരോന്നൊക്കെ എഴുതല്ലേ നമ്മുടെ മുകളിലാന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിന് മുകളിലാവണേ. ആരാ നമ്മുടെ മുകളിൽ നിൽക്കണേ? വിവരമായിരിക്കണം മുകളിൽ നിൽക്കേണ്ടത്. ധർമ്മത്തിലുള്ള വിവരം മാത്രമേ നമ്മുടെ മുകളിൽ നിൽക്കാൻ പാടുള്ളൂ. അത് രാജ്യത്തിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ പൊളിറ്റിക്കലി ഭൗതികതയിൽ അതില്ല. അത് സുപ്രീം കോടതിയൊന്നുമല്ല. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് അതുണ്ട് അവിടെ. അങ്ങനെ വിചാരിക്കാൻ പാടുള്ളൂ. കോടതികളുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. ഒന്നിനും ഉത്തരമില്ലെങ്കിൽ നമുക്ക് പുതിയ രാജ്യം ഉണ്ടാക്കാനല്ലേ നല്ലത്. ഇന്ത്യൻ മിലിറ്ററിയും സംസ്ഥാന പോലും സഹായിക്കും. അവർക്ക് മാത്രം സഹായിക്കാൻ പറ്റുള്ളൂ. വേറെ രാഷ്ട്രീയക്കാർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല എന്ന് പാവപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് വേറെ ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ ഇന്ത്യൻ രാജ്യത്തിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്ന ഹൈന്ദവ ദളിതരോട്, ഹരിജനങ്ങളോട് എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വയലുകൾ തിരിച്ചു പിടിക്കണം, കൃഷി ചെയ്യണം. അതിൽ തന്നെ നമുക്ക് രാജ്യം നന്നാവും, നിങ്ങളും നന്നാവും എന്നുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് ഞാൻ പരമാവധി വാങ്ങി കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഈ പാലിൻ്റെ കേസാണ്. നമ്മുടെ പശു പാല്, അതിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യണത് ഒരു പ്രത്യേകതരം ജോലിയാണ്. അതിൻ്റെ ഹൈജീനിക്കായിട്ടുള്ള ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള പോലെ തന്നെ നമുക്കത് മനസ്സിലാക്കിയിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. അത് നമുക്ക് വേണം. ഈ രണ്ട് കാര്യത്തിൽ നമ്മൾ മാത്രമേ ഇടപെടുള്ളൂ. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഒരു പരിധിവരെ ആർക്കും ഒന്നും അറിയില്ല, അത് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒക്കെ തിക്കിലും തിരക്കിലും എന്തിനാണ് സ്റ്റാറ്റസ്. ഈ ലോകത്ത് ഇവിടെ മാത്രമാണ് ജോലിയിൽ സ്റ്റാറ്റസ് ഉണ്ടാവാണ്ടിരുന്നുള്ളൂ. തൂപ്പ് ജോലി ആയാലും തോട്ട് ജോലി ആയാലും ബ്രാഹ്മണനായാലും ഹൈന്ദവതയിൽ ഒരു സൂര്യവർഷത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള വർഷങ്ങളിലോ ഏതോ വീട്ടിൽ മാറി 100 കൊല്ലം അടക്കി ഇവിടെ അങ്ങോട്ട് കൂടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അല്ല, ഒരാണും പെണ്ണുണ്ടെങ്കിൽ ഒരു കുടുംബം എന്നുള്ള ഭൗതികതയിൽ ജോലി ഒരു പ്രശ്നമല്ല. ഇവിടെ ആരും മുകളിലല്ല. ഇവിടെ അങ്ങനെ വിചാരിക്കുകയാണ് കുറേ ആൾക്കാർ, ആരുടെയും മുകളിലാണെന്നുള്ളത്. ആരുടെയും മുകളിലല്ല. ഈ പ്രകൃതി മാത്രമാണ് നമ്മുടെ മുകളിൽ. ആ പ്രകൃതിയെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചാക്രികമാക്കിയതാണ് നമ്മുടെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് ഭാരതത്തിൽ മാത്രം നടന്നിട്ടുള്ളൂ. ഈ മുസ്ലിമുകളിലാണെങ്കിൽ 99% ഹിന്ദുവിൽ നിന്ന് മതം മാറ്റിയവരാണ്. ഈ ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെ. ഇവിടെ ഹിന്ദുവിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ സ്നേഹത്തോടെ ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. വരൂ, ഹൈന്ദവകത എന്താണെന്ന് അറിയൂ. നിങ്ങൾ FCRനൊന്നും പേടിച്ചിരിക്കല്ലേ. FCR ഒക്കെ ചെറുത്. ഒരു കുറേ ആൾക്കാർ മറ്റേ രാജ്യസഭയിൽ തൊള്ള തുറന്ന് ഇതൊക്കെ ഈ രാജ്യസഭ ലോകസഭ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ കുറേ ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ച് മുമ്പുകൾക്ക് മനസ്സിലാവില്ലടാ ഞങ്ങൾ പറ്റിക്കുന്നത്, നിങ്ങളെ മുമ്പിൽ തിന്നണത് എന്ന് നമ്മുടെ എല്ലാം നശിപ്പിച്ച് കൊണ്ടുപോയ ടീമുകൾ നേരം പോകാനായിട്ട് ഉണ്ടാക്കിയതാണ് ഈ മൺസൂൺ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ സമയത്തെ ഒരു കൂടിച്ചേരലുകൾ. അതിൻ്റെ ഒരു ഭാഗമാണ് ഇത്. അതായത് അംബേദ്കർക്ക് വരെ അത് മനസ്സിലായിട്ടില്ല. അംബേദ്കറിന് തേടിയിട്ടൊക്കെയുണ്ട് ഒരു പരിധി വരെ. അല്ലാണ്ട് ആൾ തേടിയതൊക്കെ ചെറുത്. മറ്റേ ഈ മനുവാദം കൃമിവാദം എന്ന് പറഞ്ഞാൽ എനിക്ക് അംബേദ്കറൊക്കെ ചെറിയൊരു സാധനം. അപ്പോൾ ഈ അംബേദ്കറെ പിന്നെ സംസാരിക്കാം. പിന്നെ ഈ ലോക്സഭ രാജ്യസഭ പിന്നെ ഇവരുടെ കൂടിച്ചേരലുകൾ, അതേപോലെ തന്നെ
ഒരു കൂടിച്ചേരലാണ് എഒ ഹ്യൂം നടത്തിയത്. എച്ച്ഒ ഹ്യൂമാണ് എഒ ഹ്യൂമാണ് നടത്തിയത്. അതാണ് പിന്നെ കോൺഗ്രസ്സായി മാറിയത്. അപ്പോൾ ഈ പാർട്ടികൾക്ക് നമ്മളെ ഭരിക്കാനായിട്ട് പാർട്ടിപരമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല, അവകാശമൊന്നുമില്ല. പിന്നെ ബ്രിട്ടീഷുകാർ ഇവരുടെ അടിമകളാക്കാൻ നിർത്തിയ കുറച്ച് IAS IPS സിസ്റ്റം, ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ഉണ്ടായ ഒരു സിസ്റ്റം, അത് രാജ്യത്തിന് വലിയ ഗുണമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എങ്കിൽ തന്നെയും നമുക്കിപ്പോൾ സംഭവിച്ചില്ല നല്ലതെന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർക്ക് നല്ലതും പൊട്ടകളൊക്കെ ആയിട്ടുണ്ടാവും. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ എല്ലാവരും വിദ്യാഭ്യാസ നയവും ആരോഗ്യവും നമ്മൾ കൃത്യമായി ഇടപെടും. മറ്റുള്ളതൊക്കെ ഇടപെടും നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ. അപ്പോൾ അതിൽ ഈ അടിമ വ്യവസ്ഥയിൽ ജോലി ചെയ്യിപ്പിക്കണ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ലോകങ്ങളുണ്ട് ചെറിയ കൂലിക്ക്. അതായത് ബേസിക് ചോദ്യത്തിന് ഇവിടെ ഇന്ത്യയിൽ ആർക്കും ഉത്തരവില്ലെങ്കിൽ ആ ചോദ്യം ഉത്തരവും ഞാൻ തന്നെ പറഞ്ഞിട്ട് ഒരു പുതിയ രാജ്യം ക്രിയേറ്റ് ചെയ്താൽ പോരെ, പുതിയ രാഷ്ട്രം. ഇതിൽ മനസ്സിലാവാത്തത് ഈ അക്കാദമിക്കായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ഈ ലോകത്തെ എല്ലാം ഹിന്ദുവിൻ്റെ മേത്തേക്ക് വെച്ച് ജീവിതകാലം മുഴുവൻ അതൊക്കെ അവർ കണ്ടുപിടിച്ചാൽ PSCനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഈ കുട്ടികൾക്ക് മാർക്ക് കൂടി കൊടുത്ത് വിടണമെന്നൊക്കെ തന്നെ കോളേജിലും ഈ പഠിക്കുന്ന സ്ഥലത്തൊക്കെ കലാപം ഉണ്ടാക്കി ഇങ്ങനെ നിർത്താനാണ്. ഭയങ്കര തലയാണ് വർക്ക് ചെയ്തതിൻ്റെ പിന്നിൽ, ഭയങ്കര ബുദ്ധിമാന്മാർ അവർ. PSCയുടെ എന്തിനാ നടന്നിട്ടുള്ളതെന്ന് ഞാൻ പറയാം. അതിന് ചോദ്യങ്ങളുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററിയും സംസ്ഥാന പോലീസും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മാത്രമേ രാജ്യത്ത് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. വേറെ രാഷ്ട്രീയ പാർട്ടിക്കാർ കുറച്ച് ഒച്ചമ ഉണ്ടാക്കിയിട്ട് ആ ചാനലിൽ മോഹം കാണിച്ച് ഷൈൻ ചെയ്യാൻ കുറേ ആൾക്കാർ ഇരുന്നു കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ രാജ്യത്ത് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഒരു രാജ്യത്ത് രക്ഷിക്കാനുള്ള ഒരു പരേഡ്, ഒരു 1 മിനിറ്റ് പരേഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഇന്ത്യൻ പോലീസ് ഇന്ത്യൻ മിലിറ്ററിയും ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത് ജനം നിലയിൽ. എവിടെയോ എന്തോ വിട്ടുപോയത് തോന്നുന്നു. എന്തോ വിട്ടത്? നമ്മുടെ രാഷ്ട്രം തിരിച്ചു വരണം. ഇപ്പം എൻ്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിലായത് കൊണ്ടല്ലേ, ഇതൊക്കെ നമുക്കറിയാവുന്നതെന്നാണല്ലോ, എല്ലാവരെയും സിമ്പിളാണല്ലോ അങ്ങനെ തോന്നും. അത്ര സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തരണേ. കാരണം അതാണ് ധർമ്മം എന്ന് പറയുന്നത്. രാജ്യം അടുത്ത് തന്നെ ക്ലീൻ ആവേണ്ടതാണ്. ക്ലീൻ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ലാണ്ട് ഇത്ര ഉണ്ടായിരുന്നുള്ള കാര്യം, ഇത്ര ഉള്ള കാര്യം. പക്ഷെ അധ്വാനിക്കുന്ന ജനവിഭാഗം തളരാൻ പാടില്ല. അവരിപ്പോഴും ഒരു പൊട്ടാവസ്ഥയിലാണ്. അവരടിമകളല്ല. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തിൽ അവരുടെ സ്ത്രീകളും മോശമല്ല. സ്ത്രീകൾക്കൊക്കെ ഒരേ ഒരു വിചാരം, ഒരു വികാരം അങ്ങനെ തന്നെയാണുള്ളത് എല്ലാവർക്കും. അതിൽ നമ്പൂതിരി പെണ്ണെന്നോ ഈ പുലയത്തി പെണ്ണെന്നോ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു. അതൊക്കെ ഈ കേട്ടറിവോ എവിടെയാണോ ഒരു ടീമുകളെ ഒരു അധികാര ശ്രേണി വന്നു കഴിഞ്ഞാൽ, അവർക്ക് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചാക്രികമായ അവസ്ഥയിൽ പലതും സംഭവിക്കും ഈ നാട്ടിൽ. അതിൻ്റെയൊക്കെ സംഭവം ഉണ്ടായിരുന്നിട്ടുള്ള ഇവിടെ. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ചിന്തിക്കണം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമുക്കൊരിക്കലും കിട്ടില്ലായിരുന്നു സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് മറച്ചു വച്ചിട്ടുള്ള ചരിത്രമാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഹാഭാഗ്യം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ വെറുതെ കളയാൻ പാടില്ല. കളഞ്ഞു. 1950 തൊട്ട് നമ്മൾ കളഞ്ഞു. ജനാധിപത്യം വന്ന സമയം തൊട്ട് ആർക്കാണോ വെരി ഫസ്റ്റ് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയത്, അതുകൊണ്ട് അത് പോയി കിട്ടി. നമ്മുടെ ഭാഗത്തുനിന്ന് ദീർഘവീക്ഷണമുള്ള പലരും ഉണ്ടായിരുന്നു. പക്ഷെ ഒക്കെ വിഘടിച്ച് കിടക്കുന്നു. അതിനെ ഒത്തൊരുമിപ്പിക്കാൻ പറ്റിയ ഒരേ ഒരു വികാരമുള്ളൂ ഹൈന്ദവികത, ധർമ്മം. ഇസ്ലാമിലായാലും ക്രൈസ്തവരായാലും കുറച്ചൊരു 10% വിഭാഗമുള്ള ഒരു പൊട്ടകൾ എന്ന് പറയുന്നത് അല്ലേ. ഒരു 90% നല്ല ഇസ്ലാം വിചാരിച്ചാൽ അതിലൊരു 10% പൊട്ടകളായി ഇല്ലാണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികതയിൽ ബുദ്ധി കൊണ്ട് സംസാരിച്ചു കൊണ്ട് ഇല്ലാണ്ടാക്കാം. അത് ഈ 90%ത്തിലേക്ക് നല്ലവരുടെ അടുത്തേക്ക് ഈ 10% ഇങ്ങോട്ട് വിടാം. ചേട്ടാ നിർത്തുക ഞങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പറയാം. 90% നല്ല ക്രിസ്ത്യാനികൾക്ക് ഈ 10% പൊട്ടകളെ ചേട്ടാ മതി. ചേട്ടന്മാരെ നമുക്ക് മനസ്സിലായി, ഇപ്പോൾ പറയാൻ പറ്റില്ല. അവരാ നിൽക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് പോട്ടെ, ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് നമുക്ക്. അപ്പോൾ നന്മമരങ്ങൾ മാത്രമായിട്ടുള്ള ലോകം അല്ലേ. ഇന്നലെ തിന്മമരങ്ങൾ ഈ നാട്ടിൽ
ഞാൻ കൊടകര നന്മമര എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. കാരണം എന്താ, ഞാൻ കറക്റ്റ് നന്മമര. നന്മമരങ്ങളുള്ള ലോകം നമുക്ക് സൃഷ്ടിക്കാം. സുപ്രഭാതത്തിൽ ഭാരതം മുഴുവൻ നന്മമരങ്ങൾ, ധർമ്മം. ആഹാ, കൊടകര നന്മമരം ഇഷ്ടം. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.